യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ എന്താ മോളെ? എന്താ എന്താ മോളെ? മോളെ എന്താന്ന് പറ. അജുവേട്ടൻ. അർജുൻ, എന്റെ മോളെ എന്താന്നൊന്നും പറയേ. മോളെ എന്താ സംഭവിച്ചേ? അർജുനെ അറസ്റ്റ് ചെയ്തു. അയ്യോ, അമ്മ അമ്മ, ഞാൻ കാരണം അജുവേട്ടൻ അറസ്റ്റിലായി. ആ CI നമ്മുടെ കാറിൽ ഒരു ഡിവൈസ് ഫിറ്റ് ചെയ്തിരുന്നു. അതിനെ ഫോളോ ചെയ്താണ് അവര് വന്നത്. എല്ലാം എന്റെ തെറ്റാ. ഞാൻ മാപ്പ് ചോദിക്കാം എല്ലാരോടും. എന്നോട് ക്ഷമിക്കണം. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ മോളെ പ്രയോജനം? വേണ്ട മോളെ, എന്റെ മോള് മാപ്പൊന്നും ചോദിക്കണ്ട. മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരും വിഷമിക്കണ്ട. അറസ്റ്റ് ചെയ്തെങ്കിലും ഇന്ന് തന്നെ ജാമ്യം കിട്ടാനാണ് സാധ്യത. അർജുനെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കും. ജഡ്ജിയുടെ വീട്ടിൽ നന്ദൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. നന്ദൻ അർജുനെ രക്ഷിക്കും, ഉറപ്പാ. മാധുരി, നീ വിഷമിക്കാതെ. നന്ദൻ അർജുന്റെ കൂടെ ഇല്ലേ, പേടിക്കാതെ. അതെ, മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി ദൂരെ എവിടെയെങ്കിലും പോവാം. കുറച്ചു നാളത്തേക്കൊന്ന് മാറി നിൽക്കാം. മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ. ചേട്ടൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവത്തിലെ ചതിയെപ്പറ്റി ഞാൻ അന്വേഷിച്ചു തുടങ്ങും. അച്ഛൻ അജുവേട്ടനെ കൊണ്ടൊന്ന് വന്നോട്ടെ. ഇനിയിപ്പോ നീ നേരെ ജയിലില്ല. അവിടെ കൂട്ടുപ്രതികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. പിന്നെ സ്ത്രീ പീഡന കേസ്. അവിടെ ചെന്നാ അവിടത്തെ മൂപ്പന്മാരെ നിന്നെ എടുത്തിട്ടങ്ങ് അലക്കും. നാളെ മുതല് പിന്നെ ഞങ്ങളുടെ ഊഴാ. നന്ദൻ അച്ഛാ, എവിടെ എവിടെ നന്ദേട്ടാ? എന്റെ മോനെവിടെ? അച്ഛാ, എവിടെ? അജുവേട്ടൻ എവിടെ? മോനെ, അർജുൻ എവിടെ? അവൻ കിരണിനൊപ്പം പോയേക്കുവാണോ? മുൻകൂർ ജാമ്യം നിഷേധിച്ചു. അർജുനെതിരെയുള്ള തെളിവുകൾ അത്രയ്ക്ക് ശക്തമായിരുന്നു. അജുവേട്ടന് മുൻകൂർ ജാമ്യം കിട്ടുന്നല്ലേ അച്ഛൻ ഉറപ്പ് പറഞ്ഞേ? തെളിവുകളെല്ലാം ശക്തമായിരുന്നു മോളെ. പ്രത്യേകിച്ചും സ്വാതിയുടെ മെഡിക്കൽ റിപ്പോർട്ട്. പിന്നീട് നമുക്കതിൽ റോളില്ല. എന്നിട്ടിപ്പോ എന്റെ മോനെവിടെ? സബ് ജയിലിലേക്ക് അയച്ചു. ഒരാഴ്ചത്തെ കസ്റ്റഡിയാണ്. പോലീസ് ചോദ്യം ചെയ്യും. എനിക്കിനി ജീവിക്കണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി ചാവും. എനിക്ക് ഈ നശിച്ച ലോകത്ത് ജീവിക്കണ്ട. തൊട്ടുപോകരുത് നിങ്ങളെന്നെ. നന്ദേട്ടൻകാരൻ എന്റെ മോൻ ജയിലിലായ സ്വാതിയല്ല, നന്ദേട്ടൻ എനിക്ക് ഉത്തരം തരണം. മാതിരി തെളിവൊക്കെ എതിരാ. തെളിവല്ല, നിങ്ങൾ കമ്മീഷണർ തമ്മിലുള്ള വൈരാഗ്യമല്ലേ ഇതിനൊക്കെ കാരണം. നിങ്ങൾ ചെയ്തതിന് അനുഭവിക്കും. പക്ഷെ അനുഭവിച്ചതൊക്കെ എന്റെ മോനാ. ഈ കുടുംബം കണ്ണീര് കുടിച്ചത് മുഴുവൻ നന്ദേട്ടൻ കാരണം. നന്ദേട്ടനും അയാളും തമ്മിലുള്ള വൈരാഗ്യം നിങ്ങൾ തമ്മിൽ തീർക്കണായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം നിങ്ങൾ തകർത്തില്ലേ? എന്നിട്ട് പറയുന്ന കേട്ടില്ലേ, തെളിവുകളൊക്കെ എതിരായിരുന്നു പോലും.
സ്വന്തം മകളുടെ ഭർത്താവിനെ പോലും രക്ഷിക്കാൻ പറ്റാത്ത വലിയൊരു അഡ്വക്കേറ്റ് മാധുരി തൊട്ടുപോര് തന്നെ. നിങ്ങൾ എന്റെ മോനെ എന്റെ മുന്നിൽ കൊണ്ടുവരണം. എന്നിട്ട് മതി ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം. ആദ്യം എന്റെ മോൻ വരണം, എന്നിട്ട് മതി ബന്ധുക്കളൊക്കെ. മാധുരി മാധുരി ചേച്ചി, നന്ദേട്ടൻ നമ്മുടെയൊക്കെ ഏട്ടനാ. ആ നന്ദേട്ടനോടാണോ ചേച്ചി ഇറങ്ങി പോകാൻ പറയുന്നത്? നീ മിണ്ടരുത്. മോളെ മോളെ മാധുരി, നീ ഇങ്ങനെ കരയല്ലേ.